കോഴിക്കോട് പയ്യാനക്കലിൽ 10 വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നു. ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ഇടപെട്ടാണ് കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. പ്രതി കാസർഗോഡ് സ്വദേശി സിനാനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ SHO മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. അറസ്റ്റ് രേഖപ്പെടുത്തി ഇയാളെ കോടതി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ വാഹനം മോഷ്ടിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് വെള്ളയിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു മോഷണ കേസ് ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ 2 കേസ് ഇയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോകുന്നതിനും അതായത് ലൈംഗിക ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുട്ടിയെ കടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള കുറ്റത്തിനാണ് ഈ സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വാഹന മോഷണം നടത്തിയതിനുള്ള കേസ് വെള്ളയിൽ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അയാൾ ആസൂത്രണം കുട്ടി ചെയ്തിട്ടാണ് വന്നത്. കാരണം അയാൾ ബീച്ച് ഭാഗത്ത് നിന്ന് അവിടെ ഒരു ടാക്സി ഡ്രൈവർ അയാൾ ചായ കുടിക്കാൻ പോയ സമയത്ത് കാറിൽ കീ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ആ കീ എടുത്തിട്ടാണ് അയാൾ വാഹനം അവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയി ബീച്ച് ഭാഗത്തൂടെയാണ് അയാൾ കോതി പാലത്തിലൂടെയാണ് പയ്യാനക്കൽ വരുന്നത്. പയ്യാനക്കൽ വരുമ്പോഴാണ് ഈ കുട്ടി തനിച്ച് നടന്നു പോകുന്നത് കാണുകയും വാഹനം നിർത്തി കുട്ടിയോട് കയറാൻ വേണ്ടിയിട്ട് അയാൾ ആദ്യം ആവശ്യപ്പെടുകയും കുട്ടി വിസമ്മതിക്കുമ്പോൾ ആണ് അയാൾ ബലം പ്രയോഗിച്ചും ആദ്യം ഭീഷണിപ്പെടുത്തുകയാണ്. ഭീഷണിയില്ലാതെ പറഞ്ഞാൽ ബലം പ്രയോഗിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ശ്രദ്ധിക്കുന്നതും പെട്ടെന്ന് തന്നെ പോലീസിൻ്റെ അവർ വിവരം അറിയിക്കുകയും ചെയ്തത്. അയാൾ മറ്റു തരത്തിലെങ്കിലും മോഷണങ്ങൾ നടത്തിയിട്ടുണ്ടാകാം എന്നായിരിക്കും നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം മറ്റെങ്ങനെയാണ് അയാളുടെ വരുമാനമൊന്നും നമുക്കിതുവരെ വ്യക്തമായിട്ടില്ല. അയാൾ വ്യക്തമായിട്ട് പറയുന്നില്ല. ചില സമയത്ത് എക്സെൻട്രിക് ആയിട്ട് അയാൾ പെരുമാറുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് കൂടുതൽ അന്വേഷിച്ചാലേ അറിയാൻ പറ്റും. സിനാൻ അലി യൂസഫ് എന്നാണ് അയാളുടെ മുഴുവൻ പേര്. സിനാൻ കഴിഞ്ഞോ? ചൂടെടുത്ത് ഇനി വേറെ എന്തെങ്കിലും ഓഫ് ചെയ്തിട്ടാണെങ്കിൽ വേറെ എന്തെങ്കിലും ചോദിച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇയാളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് പന്തിയേക്കര SHO സതീഷ് കുമാറാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്.